നമസ്കാരം. എത്ര കിട്ടിയാലും പഠിക്കാത്തൊരു സർക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ. സാമ്പത്തിക പ്രതിസന്ധി അങ്ങേയറ്റമാണ്. പറഞ്ഞ മാധ്യമ പ്രവർത്തകർക്ക് പോലും മടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം എന്ന് നോക്കിയാലും ഇത് തന്നെയാണ് റിപ്പോർട്ട്. സാമ്പത്തിക പ്രതിസന്ധി അങ്ങേയറ്റം നിൽക്കുന്നു. പക്ഷേ സർക്കാരിന്റെ ധൂർത്തിന് യാതൊരു കുറവുമില്ല. നമുക്കറിയാം, നവകേരള സദസ് എന്നൊരു ധൂർത്ത് പരിപാടി നടത്തിയിട്ട് കോടിക്കണക്കിന് രൂപ ഒരാവശ്യവുമില്ലാതെ പൊതുഖജനാവിൽ നിന്ന് സർക്കാർ ചിലവിട്ടിട്ടുണ്ട് എന്ന്. അതിന്റെ ഭാഗമായിട്ട് ഒരു പ്രത്യേകമായി നിർമ്മിച്ചെടുത്തിരിക്കുന്ന ആ ബസ് ഇപ്പോൾ കൃത്യമായി ഉപയോഗിക്കാൻ പോലും സാധിക്കാതെ 1.5 കോടിയോളം രൂപ മുടക്കിയിട്ടാണ് ആ ബസ് നിർമ്മിക്കുന്നത്. അതിനുശേഷം അതിന്റെ പൊടിപ്പും തൊങ്ങലും ഒക്കെ മാറ്റാൻ വേണ്ടി, സർവീസിന് വേണ്ടിയൊക്കെ കോടിക്കണക്കിന് രൂപ, ഏകദേശം ഒരു 1-2-3 കോടി രൂപയൊക്കെ ഈ നവകേരള ബസ്സിന് വേണ്ടി മാത്രം തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടത്തിൽ പൊതുഖജനാവിൽ നിന്ന് ഇറക്കി കഴിഞ്ഞു. എന്നിട്ട് പോലും സാധാരണക്കാർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലേക്ക് ആ ബസ് എത്തിയിട്ടുമില്ല. ഇപ്പോഴത്തെ അത് മ്യൂസിയത്തിലേക്കൊക്കെ വെക്കാൻ പോകുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരികയാണ്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇവിടുത്തെ സർക്കാർ യാതൊരു കുലുക്കവുമില്ല. അടുത്ത ദൂരത്തിനുള്ള പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ലോക കേരള സഭയാണ്. ലോക കേരള സഭ എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിന് തന്നെ വിവിധ ഭാഗത്തുള്ള കേരളീയരെയൊക്കെ ഒന്നിപ്പിക്കാനും അവരുടെ കലാ സാംസ്കാരിക കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരാനും ഒക്കെ വേണ്ടിയിട്ടാണ് ലോക കേരള സഭ നടത്തുന്നത് എന്നതൊക്കെയാണ് ഇടത് സർക്കാരിന്റെ വാദം. പക്ഷേ ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ഒരു വിദേശ മലയാളികൾക്ക് പോലും ഉപകാരമുണ്ടായിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. എങ്കിൽ പോലും ഓരോ തവണയും ലോക കേരള സഭയുമായി മുന്നോട്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ. ഇത്തവണയും ലോക കേരള സഭ അത് നടത്തുന്നുണ്ട്. അതിന്റെ പ്രചരണത്തിന് വേണ്ടി ഏകദേശം അതിന്റെ ചെലവായി കണക്കാക്കിയിരിക്കുന്നത് 33.52 ലക്ഷം രൂപയാണ്. ഈ തുക ഈ സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടത്തിൽ, ഓണം വരുന്നുണ്ട്, ഓണത്തിന് സപ്ലൈകോ റേഷൻ കടകളൊക്കെ കാലിയാണ്. പെൻഷൻ തുകയിൽ 5 മാസത്തോളം കുടിശ്ശിക കിടക്കുന്നതിൽ 1 മാസത്തെ കുടിശ്ശിക മാത്രം നൽകിക്കൊണ്ട് രണ്ട് തവണത്തെ പെൻഷൻ ഒരുമിച്ച് ഓണത്തിന് നൽകാൻ നിൽക്കുന്ന സാഹചര്യമാണ്. എങ്കിൽ പോലും ബാക്കി അവിടെ 4ഓളം മാസത്തെ കുടിശ്ശിക അവിടെ കിടക്കുകയാണ്. നിരവധി പ്രശ്നങ്ങളാണ്. വയനാട്ടുകാരെ അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾക്ക് വേണ്ടി ഒരുപാട് പണമിനിയും ആവശ്യമായിട്ടുണ്ട്. ആ സാഹചര്യത്തിലൊക്കെയാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ലോക കേരള സഭയുടെ പിന്നാലെ സംസ്ഥാന സർക്കാർ വീണ്ടും പോകുന്നത്. ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഇപ്പോൾ 33.52 ലക്ഷം രൂപ ധനമന്ത്രിയായിട്ടുള്ള KN ബാലഗോപാൽ അനുവദിച്ചു എന്നതാണ് റിപ്പോർട്ട്. ഹോർഡിംഗ്സ്, ബോർഡ്സ്, റെയിൽവേ LED, കിയോസ്ക്, എയർപോർട്ട് ടെർമിനൽ എന്നീ പ്രചരണങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന 33.52 ലക്ഷം രൂപ ചെലവാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഈ പണം ധനവകുപ്പ് അനുവദിക്കുകയായിരുന്നു. ഈ മാസം 23-ന് PRDയിൽ നിന്നും ഇത് സംബന്ധിച്ചിട്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുമുണ്ട്. ലോക കേരള സഭയ്ക്കായി കോടികളാണ് ഇപ്പോൾ വിവിധ ഇനങ്ങളിലായി ചെലവിട്ടുകൊണ്ടിരിക്കുന്നത്. 4ാം ലോക കേരള സഭയാണ് ഈ വർഷം ജൂണിൽ നടന്നത്. ലോക കേരള സഭ പ്രചാരണത്തിന് പുറമെ സംസ്ഥാന സർക്കാരിന്റെ 1ാം വാർഷികത്തിന് വലിയൊരു തുക തന്നെ ചെലവാക്കിയിരുന്നു. അതിന് ഏകദേശം 30.49 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. PR ക്യാമ്പയിൻ ശീർഷകത്തിൽ നിന്ന് തുക അനുവദിക്കുകയായിരുന്നു. 4.61 കോടി രൂപ ഈ സാമ്പത്തിക വർഷം PR ക്യാമ്പയിനായി ബജറ്റിൽ കണ്ടെത്തി. എന്തായാലും സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടമാണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ധൂർത്ത് യാതൊരു വിധത്തിലും അവസാനിക്കാൻ പോകുന്നില്ല എന്നു തന്നെയാണ് വ്യക്തമാകുന്നത്. ഇനിയിപ്പോൾ അടുത്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മലയാള സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളും ഒക്കെ കത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിലും അടുത്ത ഫണ്ട് മുക്കൽ പരിപാടിക്കൊക്കെ സംസ്ഥാന സർക്കാർ റെഡി ആകുന്നുണ്ട് എന്ന് വേണം പറയാൻ. കാരണം ഇപ്പോൾ ഹേമ കമ്മിറ്റി നിർമ്മിച്ചതിന്റെ ഭാഗമായിട്ട് കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന സർക്കാരിന് ഖജനാവിൽ നിന്ന് പോയത്. അത് പോയത് ഓക്കെ, നമുക്ക് ആ സിനിമാ മേഖലയിൽ ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പുറത്തു വരാനുള്ള ഒരു കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തമായപ്പോൾ ഉണ്ടായി. പക്ഷേ ഇനി അടുത്ത മറ്റൊരു സംഘടനയെ നിർമ്മിക്കാൻ പോകുകയാണ്. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ട റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയും അതിന്റെ നടപടികൾ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് വേറൊരു കമ്മിറ്റി, അതിനും നിരവധി പണം ഖജനാവിൽ നിന്ന് വേണം. ഒരുപക്ഷെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കമ്മിറ്റി രൂപീകരിക്കുന്നതിനേക്കാൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയ സമയം തന്നെ കൃത്യമായി വിലയിരുത്തി അതിനു വേണ്ടുന്ന നടപടികൾ എടുത്തിരുന്നെങ്കിൽ
ഇന്നിപ്പോൾ ഈ വിവാദം ഉണ്ടാകില്ലായിരുന്നു, കുറ്റക്കാരൊക്കെ 4 വർഷത്തോളം സുഖമായി നടക്കില്ലായിരുന്നു, അവരൊക്കെ ശിക്ഷിക്കപ്പെടുമായിരുന്നു, അതുപോലെ തന്നെ രണ്ടാമതൊരു കമ്മിറ്റിയുടെ നിർമ്മാണം തന്നെ ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇതൊക്കെ സംസ്ഥാന സർക്കാർ അറിഞ്ഞുകൊണ്ടുവരുത്തുന്ന ദൂർത്ത് തന്നെയാണ്. എന്തായാലും ഇത്തരത്തിൽ ഓരോ ദിവസവും സംസ്ഥാന സർക്കാരിന്റെ ഒരാവശ്യവുമില്ലാത്ത ചിലവുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. ഒരാവശ്യവുമില്ല എന്ന് പറയുമ്പോൾ പൊതുജനങ്ങൾക്കാണ് ഒരാവശ്യവുമില്ലാത്തത്. സർക്കാരിനെ സംബന്ധിച്ച് ഇതൊക്കെ ആവശ്യമാണ്. കാരണം ദൂർത്തില്ലാതെ ഇടത് സർക്കാർ എന്നൊരു സർക്കാരേ ഇല്ല എന്നുള്ളതാണ് വസ്തുത.